വടക്കൻ അഴിയൂരിൽ യുവാവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയെന്ന് ആക്ഷേപം. കോറോത്ത് പാറപ്പറമ്പത്ത് മീത്തൽ അഭിജിത്തിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തി. ആത്മഹത്യ ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് മോന്താൽപാലം കള്ളുഷാപ്പിന് സമീപത്ത് വെച്ച് ഒരു സംഘം ആളുകൾ അഭിജിത്തിനെ മണിക്കൂറുകളോളം ക്രൂരമായി മർദ്ദിച്ചതായാണ് ആരോപണം. രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെ നീണ്ട ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും മനംനൊന്താണ് 21-കാരനായ അഭിജിത്ത് ജീവനൊടുക്കിയതെന്ന് മാതാവ് വിജിഷയും പിതാവ് അനൂപും സഹോദരൻ അശ്വന്തും പറയുന്നു. മോൻ 2 ദിവസം മുന്നേ പാർക്കിംഗ് പണിക്ക് പോകുന്നതാണ്. പണിക്ക് പോയി വന്ന സമയത്ത് വ്യാഴാഴ്ച എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ വ്യാഴാഴ്ച രാത്രി വരെ ഞാൻ ഫോൺ വിളിച്ചിരുന്നു. 10 മണി വരെ ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞു. പിന്നെ രാവിലെ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. രാവിലെ അവിടെ 9:30 ഇവിടെ എത്തിയപ്പോൾ ഞാൻ മോനെ ഫോണവിടെ അമ്മ എന്നെ 5-6 ആൾ കൂടി കൊണ്ടുപോയിട്ട് എന്നെ അല്ലാണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫോൺ ഒരു പിടിച്ച് വെച്ച ഫോൺ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അന്ന് ഇവിടെ വീട്ടിൽ കിടന്ന് പിന്നെ അന്ന് രാവിലെ 9:30 ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ കിടത്തം വൈകുന്നേരം 6 മണി വരെ ഇവിടെ തന്നെ കിടന്ന് പുറത്ത് എങ്ങോട്ടും പോയില്ല. ഞാൻ പറഞ്ഞു അമ്മേനോട് ചോദിച്ചു, മോനെ എവിടെ പോയെന്ന് പറഞ്ഞാൽ അമ്മ എവിടെയും പോയില്ല, ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നത് ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് കാരണം കൊണ്ട് കിടന്നുറങ്ങുന്നതാണ്. പിറ്റേന്ന് രാവിലെ പിന്നെയും ജോലിക്ക് പോയി. പിറ്റേന്ന് ജോലിക്ക് പോയിട്ട് പിന്നെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് തീരെ ഒരു ഭാഗം അനക്കിക്കൂടാ, മേലും കൈ ഒന്നായിട്ട് വേരുന്നു, ഈ തലയും ഈ ഷോൾഡർ ഒന്നായിട്ട് അനക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വന്ന് ഫോണും കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ എന്താ പറ്റിയ? ഒന്നുമില്ല, എനിക്ക് കുറച്ച് നേരം ഉറങ്ങണമെന്ന് പറഞ്ഞ് അകത്ത് കയറി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ വാതിൽ തുറന്ന് പുറത്ത് വന്ന് കുറച്ച് നേരം എന്നോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എനിക്ക് എന്താ പറ്റി? ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞ് പിന്നെയും വാതിലടച്ച് കയറി കിടന്ന സമയത്താണ് ഞാൻ വാതിൽ മുട്ടിയത്. വാതിൽ മുട്ടി തുറക്കുന്നില്ല. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജനലിൻ്റെ മേലെ കൂടി മോള് നോക്കിയപ്പോൾ ഇങ്ങനെ തൂങ്ങിയ നിലയാണ് കാണുന്നത്. അങ്ങനെ വാതിൽ ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ ഈ രംഗ കാണുന്നത്. വീട്ടിൽ ആരാ അടിച്ച ഏതേട്ടന്മാരൊന്നും എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് നല്ലോണം തലക്കിട്ടടിച്ച് നിലത്തിട്ട് വലിച്ച് നോക്കിയപ്പോൾ ആരാ അടിച്ച് എങ്ങനെയാണെന്നൊന്നും വിശദമായിട്ട് എനിക്ക് വിവരം കിട്ടിയില്ല. ഞാൻ വിചാരിച്ച് അത് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ കളിച്ച് എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ ഞാൻ അതിന് ശരിക്കുള്ള ഇതൊന്നും തരാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നുള്ള എനിക്കിതൊന്നും ഇത് കിട്ടിയില്ല. കളി കാണാൻ വരുന്നില്ല എന്നെല്ലാം ചോദിച്ചിട്ട് എന്നെ വിളിച്ച് ഞാൻ അതേപോലെ തന്നെ എൻ്റെ അവിടെ പൂണ്ടിയിട്ട് ഞാൻ പുറത്ത് ചെയ്യുന്നവരാണ്. ഓരോ കൂട്ടത്തിൽ ഒരുത്തനി ബൈക്കും കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു വണ്ടിയുമ്പോൾ കയറി ഒരു സംഭവം കാണിച്ചു തരാനെല്ലാം പോലും പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയതാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആടുന്നവർക്ക് അടിക്കാൻ സ്ഥലം കിട്ടിയില്ല. നമ്മളെ മേത്ത് കൈവെക്കണം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അടിക്കാൻ സ്ഥലം കിട്ടാത്ത സ്ഥിതിക്ക് ഒരു മോന്താൽ ബോട്ട് ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ അവിടെ ഓരോ കൂട്ടത്തിൽ ഒരുത്തം വിളിച്ചു പറഞ്ഞ് അവിടെ പോലീസ് ഉണ്ട്, അങ്ങോട്ട് പോകണ്ടാന്ന്. എന്നിട്ട് നമ്മൾ ഈ കാർ തിരിച്ചിട്ട് ഇപ്പോഴത്തെ സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേരോ, ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയാരോ. ഇവനിക്ക് നാളെ കോളേജ് ഇവൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് ഡേയാണ്. അപ്പോൾ കോളേജ് തുറക്കുന്നതുകൊണ്ട് ഇവൻ്റെ അച്ഛൻ ഈ സൈഡിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കണ്ടുകൊണ്ട് അച്ഛൻ ഇവനോട് ചോദിച്ച് ഇന്നേടി പോകുന്നത് എന്തെന്ന കാര്യം എന്നെല്ലാം ചോദിച്ച് അതിന് ഓരോ കൂട്ടത്തിൽ ഒരുത്തം പറയുന്നുണ്ട് ഇവനോട്. അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ ടർഫിൽ കളിക്ക് പോകുന്നതാ, അങ്ങനെ എങ്ങനെ എന്നെല്ലാം പറഞ്ഞാൽ മതി. അന്നേരം ഇവൻ്റെ അച്ഛൻ പറഞ്ഞ് ടർഫിലൊന്നും പോകണ്ട, ഇന്ന് നാളെ കോളേജ് ഓർക്കുന്നില്ല എല്ലാം പറഞ്ഞിട്ട് ഇവന് അച്ഛൻ്റെ ഒപ്പം കയറിയിട്ടങ്ങ് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞ് നാളെ ഈ കൂട്ടത്തിലുള്ള 5 ആൾക്കാരും നാളെ 11:30 ബോട്ട് ഹൗസിലെത്തണോ, അല്ലെങ്കിൽ വിഷയം വേറെ ആയിരിക്കും എന്നെല്ലാം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അന്നേരം ഞാൻ ഈ പിള്ളേരെല്ലാവരോടും പറഞ്ഞ് ഓരെല്ലോ 11:30 അവിടെ എത്താനുള്ള പ്ലാൻ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾ 11:30 പോയി. 11:30 പോയാലോ അബീത്ത് വന്നിക്കില്ല. ഓന് 24 hours ഡ്യൂട്ടി അവനിക്ക്. അപ്പോൾ ഓൻ വന്നിക്കില്ല. ഓന് വരാൻ പറ്റൂല, കാരണം ഒരാളെങ്കിലും അവിടെ വേണോ. ഓനും ഇവനും അവിടെ പണിയെടുക്കുന്നതാണ്. അപ്പോൾ ഒരാളെങ്കിലും അവിടെ എന്തായാലും വേണോ. അതുകൊണ്ട് ഇവർ പറയുന്നത് അബീത്ത് ഇല്ലാണ്ട് എന്തായാലും ഒന്നും തുടങ്ങൂല, അബീത്ത് എന്തായാലും നിർബന്ധമായിട്ട് അബീത്തിനെ കൂട്ടാൻ പോയി. അബീത്തിനെ കൂട്ടിക്കൊണ്ടാന്നതിന് ശേഷം നിങ്ങൾ നമുക്ക് റെസ്പെക്റ്റ് തരുന്നില്ല, നിങ്ങൾ നമ്മളെ കാണുന്നവരോ ചെറുതായിട്ട് കാണുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ക്രൂരമായിട്ട് അടിച്ചേക്ക്. അബീത്തിനെല്ലാം നല്ലോണം അടിച്ചേക്ക്. പിന്നെ ഇവനെ പുഴയിലിടാൻ നോക്കിയേക്ക്. അങ്ങനെയെല്ലാം കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തോന്നുന്നത് അബീത്ത് മരിക്കാനുള്ള കാരണം ഇതെല്ലാം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം എൻ്റെ തലേൻ്റെ ബാക്കിലുള്ള നല്ല ചതവും ബോട്ട് ഹൗസിൻ്റെ നിലത്തിട്ടിട്ട് ഇങ്ങനെ താഴെയിട്ട് ഇങ്ങനെ കാലുപിടിച്ച് വലിച്ച് അങ്ങനെ കൊണ്ട് തല പടിനോട് അടിച്ചു പോയിട്ട് 3 പ്രാവശ്യമായിട്ടോ അടിച്ചു പോയി. അങ്ങനെ നിലത്തിട്ടിട്ട് ഇതാക്കിയെല്ലാം ചെയ്തിട്ട് നമുക്ക് തോന്നുന്നത് തന്നെയാണ് മരിക്കാനുള്ള കാരണം അത് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അടിച്ച കൂട്ടത്തിൽ 6 ആൾക്കാരാണ് ഉള്ളത്. 6 ആൾക്കാർ, ഒന്ന് അയ്യൂരുള്ളവൻ്റെ പേര് മിസ്സബ് എന്ന, പിന്നെ ഒന്ന് ഒളവിലോ അവൻ്റെ പേര് റിസ്വാൻ, പിന്നെ 4 ആൾക്കാർ ഇവിടെ ഉള്ളത് തന്നെ, കണ്ണന്, നസീഫ്, ഷാമിൽ,
പിന്നെ ഷഹബാസ്, ഇവർ 6 ആൾക്കാരാണ് മെയിനായിട്ട് അടിച്ചത്. നല്ല ക്രൂരമായിട്ട് തന്നെ ആക്രമിച്ചിക്ക്. കാരണം അല്ലാണ്ട് ഒരിക്കലും ബാക്കിലും എല്ലാ സൈഡും ചതവൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇവനെ പോയാലിടാനല്ലോ നോക്കിക്ക് ഭയങ്കര ഇതാക്കിയിട്ട് തന്നെയാണ് അവർ നമ്മളെ കണ്ടത്. അവരെല്ലാവരും മദ്യവെച്ചിരുന്നു. ഒരു സാധാരണ കുടുംബത്തിന്റെ ഏക അത്താണിയായി മാറേണ്ടിയിരുന്ന യുവാവിന്റെ ദുരൂഹ മരണത്തിൽ ചോമ്പാല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അടിയൂരിലെ പാറപ്പറമ്പത്ത് മീത്തൽ അഭിജിത്തിന്റെ ആത്മഹത്യയിൽ ഉയരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മോന്താൽ പാലത്തിന് സമീപം വെച്ച് ഒരു സംഘം ആളുകൾ നടത്തിയ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന അഭിജിത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മണിക്കൂറുകളോളം നീണ്ട ശാരീരിക മാനസിക പീഡനമാണ് യുവാവ് ഇരയായത്. മകന് നീതി വേണമെന്ന ആവശ്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മാതാവ് വിജിഷയും പിതാവ് അനൂപും സഹോദരൻ അശ്വന്തും. സംഭവത്തിൽ ചോമ്പാല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.